പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റാരും അറിയാതെ അഞ്ജലിയെ കാണുന്നതിനായി വന്നിരിക്കുകയാണ് ഇപ്പോൾ മനു. ഇതോടെ അഞ്ജലിയോട് വിശേഷങ്ങളെല്ലാം മനു തിരക്കുകയും ചെയ്യുന്നു. മനുവിന് എന്താണ് വിശേഷം, ആ കാര്യം അറിയുന്നതിനാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. മനുവിനെ കണ്ടിട്ട് തന്നെ എത്ര നാളായി, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അഞ്ജലി, നിന്നെ ഞാനും മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ടാണല്ലോ മറ്റാരും അറിയാതെ ഇവിടേക്ക് വന്നത്. ഇനി അധികനാൾ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലിക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. മാത്രവുമല്ല, അഞ്ജലി മനുവിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് പ്രഭ രാത്രി എണീക്കുന്നത്. ഈ സംസാരവും ശബ്ദവുമെല്ലാം കേട്ടതിനെ തുടർന്ന് പ്രഭ ബഹളമുണ്ടാക്കിയിരിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവരോടും ഓടിവരാൻ വിളിച്ച് പറയുകയും ചെയ്യുന്നു പ്രഭ. ഇതോടെ മനുവാകെ ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അത് എനിക്ക് അറിയുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന പ്രഭ ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരോടും പറയുകയാണ്. അവൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ആരോ അഞ്ജലിയുടെ റൂമിനകത്തുണ്ട്. ഇത് നിന്റെ വെറും തെറ്റിദ്ധാരണയാകും എന്ന് മനുവിൻ്റെ അച്ഛൻ തുറന്നു പറയുന്നു. എന്നാൽ അല്ല, ഞാൻ ആ ശബ്ദവും എല്ലാം കേട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നെ വിശ്വസിക്കച്ച, വിളിച്ചു ഉണർത്ത് അഞ്ജലിയെ. എന്നാൽ മാത്രമാണ് സത്യാവസ്ഥ അറിയുകയുള്ളൂ എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അഞ്ജലിയോട് കതക് തുറക്കാൻ ആവശ്യപ്പെടുകയാണ് മനുവിൻ്റെ അച്ഛൻ. അഞ്ജലി ഇതോടെ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. എങ്ങനെ രക്ഷപ്പെടും എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന മനുവാകട്ടെ അവിടെ നിന്ന് ഓടി ഒളിക്കാനുള്ള സ്ഥലം തേടുകയും ചെയ്യുന്നു. പക്ഷേ അതാണെങ്കിൽ ലഭിക്കുന്നുമില്ല. ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. അഞ്ജലി റൂം തുറക്കുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലിയോട് ആരാണ് വന്നിരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇപ്പോൾ മനുവിൻ്റെ അച്ഛൻ. ഇതോടെ ആരും വന്നില്ല എന്നുള്ള മറുപടിയാണ് അവൾ നൽകുന്നത്. പക്ഷേ പ്രഭയാകട്ടെ, ഞാൻ ശബ്ദം കേട്ടതാണ്. നീ എന്തിനാടി കള്ളം പറയുന്നത്? ആരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞോ. എനിക്കത് അറിഞ്ഞേ മതിയാകൂ. നീ വെറുതെ ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന അവളാകട്ടെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നു. അച്ഛാ, സത്യമായിട്ടും ഇവിടെ ആരുമില്ല. വേണമെങ്കിൽ റൂം പരിശോധിക്കാം. ഇതോടെ പ്രഭ റൂം പരിശോധിക്കണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്ന് പറഞ്ഞ് വീട് മുഴുവൻ അന്വേഷിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ്. പക്ഷേ കൃത്യസമയത്ത് രക്ഷപ്പെടാനുള്ള അവസരം വീണ് കിട്ടിയിരിക്കുകയാണ് മനുവിന്. ഇതോടെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ മനുവിന് സാധിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അന്വേഷണത്തിൽ ഒന്നും തന്നെ ലഭിക്കാതെ ഇരുന്നതിനെ തുടർന്ന് തിരിച്ചടിയായിരിക്കുകയാണ് പ്രഭയ്ക്ക്. എന്തു ചെയ്യുമെന്നറിയാതെ നിന്നുപോകുന്ന പ്രഭയോട് എവിടെയാടി നീ പറഞ്ഞ രഹസ്യ കാമുകൻ എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുകയാണ് മനുവിൻ്റെ അച്ഛൻ. ഇതോടെ പ്രഭയാകെ പെട്ടുപോകുന്നു. ഞാൻ ശബ്ദം കേട്ടതാണ്. സത്യമായിട്ടും എന്നെ വിശ്വസിക്കണം. ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്നാൽ പിന്നെ നീ പറഞ്ഞ ആൾ എവിടെ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. മാത്രവുമല്ല, ഇതേ തുടർന്ന്
കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് സംഭവിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി മനു രക്ഷപ്പെട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ വീണ്ടും വിളിച്ചു ചോദിക്കുകയാണ് ഇപ്പോൾ അഞ്ജലിയോട്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.